ആട് 3 ട്രെയിലറിലെ ചില സീനുകൾ സിനിമ വന്നപ്പോൾ ഇല്ലായിരുന്നു. ഇപ്പോൾ ചുമ്മാ ട്രെയിലർ ഒന്ന് റീവാച്ച് അടിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇതൊക്കെ ആട് 4ലെ സീനുകളാണ്. അതായത് നമ്മളൊക്കെ ആട് 3 എൻഡിങ്ങിന് ശേഷം എന്താണ് ഇനി 4 സംഭവിക്കാൻ പോകുന്നത് ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കുമ്പോൾ അതിലെ ചില സീൻസ് ആൻഡ് ഷോട്ട്സ് ആക്ച്വലി നമുക്ക് ആട് 3 ട്രെയിലറിൽ നിന്ന് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്കറിയാം ആട് 3 ട്രെയിലർ ആരംഭിക്കുന്നത് പാസ്റ്റ് ടൈം ലൈനിൽ പത്മനാഭരാജാവിനെയും അസം ഖാനെയൊക്കെ കാണിച്ചുകൊണ്ടാണ്. പത്മനാഭരാജാവിന് ഇൻട്രോ ഏകദേശം ഷാജി പാപ്പനെ ഓർമ്മിപ്പിക്കുന്ന പോലായിരുന്നു. ഭയങ്കര മാസ് ബിൽഡപ്പ് ഒക്കെ കൊടുത്തു വന്നിട്ട് ഏറ്റവും അവസാനം പെട്ടെന്ന് ആ ഒരു ഒറ്റ സാധനം നടുവിന് വീഴുന്നു, നടുവിളുക്കുന്നു, ആ ഒരു സീൻ. അത് കഴിഞ്ഞിട്ടാണ് അസം ഖാന്റെ സീൻ വരുന്നത്. സോ അവിടെ വെച്ചിട്ട് പൈലി, അതായത് നെൽസൺ ചെയ്ത ക്യാരക്ടറിന്റെ പാസ് വെർഷനോട് അസം ഖാൻ പറയാണ് അത് മതി, ഇനി ഇത് പിടി. അപ്പോൾ ഈ ഒരു സീൻ നമ്മൾ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചത് ഒബ്വിയസ്ലി ഡ്യൂഡിന്റെ അതേ ഒരു സ്വഭാവമാണ്. സോ പാസ്റ്റിലും ഷാജി പാപ്പന്റെയും ഡ്യൂഡിന്റെ അതേ സ്വഭാവമുള്ള വേർഷൻസ് ആയിരിക്കും ഉണ്ടാവുക എന്നാണ്. ഇപ്പോൾ സിനിമ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി ഈ രണ്ട് ക്യാരക്ടേഴ്സിന്റെ കേസിൽ സ്വഭാവത്തിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. ഐ മീൻ കോമൺ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇപ്പോൾ നടുവേദന വന്നായാലും അല്ലെങ്കിൽ ഒരു വില്ലൻ അപ്രോച്ചാണ് അസം ഖാൻ ഉള്ളതെന്നായാലും അങ്ങനെ കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. പക്ഷേ സ്റ്റിൽ ബാക്കി ക്യാരക്ടേഴ്സിനെ വെച്ച് നോക്കുമ്പോൾ ഈ പത്മനാഭരാജാവ് ഷാജി പാപ്പൻ, അതേപോലെ ഡ്യൂഡ്, അസം ഖാൻ, ഇവർ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ ഇവിടെ ഈ ഒരു ട്രെയിലറിലെ ഷോട്ട് വരുമ്പോഴത്തേക്കും ഇത് ഡ്യൂഡിന്റെ ഒരു ബിഹേവിയർ ആണ് കാണിക്കുന്നത്. ഈ ഷോട്ട് നമുക്ക് സിനിമയിൽ കാണാനും സാധിച്ചില്ല. സോ ഒബ്വിയസ്ലി ഇത് ആട് 4ൽ ഡ്യൂഡിന് വരാൻ പോകുന്ന സീനാണ്. അവിടെ ഒരു വലിയ രാജാവായിട്ട് ഡ്യൂഡ് വാഴുന്ന സമയത്ത് അതുമതി ഇനി ഇത് പിടി എന്ന് പറയുന്ന ആ ഒരു ഷോട്ട്. സോ നമുക്കറിയാം ഡ്യൂഡ് കഴിഞ്ഞ 2 പാർട്ടിലും വേലക്കാരനാണ്. ഇപ്രാവശ്യം എക്സ്ട്രീം വേലക്കാരനായിരുന്നു. പക്ഷെ 4ലേക്ക് വരുമ്പോൾ ഒറ്റയടിക്ക് രാജാവായിട്ട് മാറുന്ന ഒരു സംഭവമാണ് വരാൻ പോകുന്നത്. അടുത്ത സീൻ ഷാജി പാപ്പൻ തന്റെ ബുള്ളറ്റിൽ വാളുമായിട്ട് വരുന്നതാണ്. അപ്പോൾ ഇത് ഷാജി പാപ്പൻ ഇൻട്രോ സീനായിരിക്കും എന്നാണ് ആട് 3ലെ സീനായിരിക്കും എന്നാണ് കരുതിയത്. പക്ഷേ സിനിമ വന്നപ്പോൾ ഇങ്ങനെ ഒരു സീനില്ല. നമുക്കറിയാം ഷാജി പാപ്പൻ പാസ്റ്റിലും പത്മനാഭരാജാവ് പ്രസന്റിലുമാണ്. പത്മനാഭരാജാവ് മൊത്തത്തിൽ കൺഫ്യൂസ്ഡ് ആണ്. ഷാജി പാപ്പനെ നമ്മൾ കാണുന്നില്ല. ഒരു മിഡ് ക്രെഡിറ്റ് സീൻ പോലെ ഇച്ചിരി എക്സ്റ്റൻഡഡ് ഫ്യൂച്ചറിൽ യുദ്ധത്തിൽ നിൽക്കുന്നതാണ് കാണുന്നത്. പക്ഷെ പത്മനാഭരാജാവിനെ ഷാജി പാപ്പനായിട്ട് എല്ലാവരും കണ്ടു മൊത്തത്തിൽ ഒരു ഫണ്ണി എൻഡിങ് ആയിരുന്നു കൊടുത്തത്. അപ്പോൾ ഒന്നെങ്കിൽ ഈ രാജാവ് ബൈക്ക് ഓടിക്കാൻ പഠിച്ച് ആ ബൈക്കിൽ വരുന്നതായിരിക്കാം, ഷാജി പാപ്പന്റെ ആ ഒരു താടിയൊക്കെ ആ ഒരു സെറ്റപ്പായിട്ട് വരുന്നതായിരിക്കാം. അല്ലെങ്കിൽ ഇത് ആട് 4ൽ ഷാജി പാപ്പന്റെ റീ എൻട്രി ആയിരിക്കാം. അതിനാണ് സാധ്യത കൂടുതൽ. അതായത് ഈ ഒരു പാസ്റ്റ് പ്രസന്റ് സംഭവമൊക്കെ സോൾവ് ആയിട്ട് എങ്ങനെയൊക്കെ ഷാജി പാപ്പൻ പ്രസന്റ് ഡേയിലേക്ക് കടന്നു വരുന്നു. അവിടെ ബുള്ളറ്റിൽ ഷാജി പാപ്പൻ വരുമ്പോൾ പാസ്റ്റിൽ തൻ്റെ കൂടെ ഉണ്ടായിരുന്ന വാളും കൊണ്ടുവരുന്നുണ്ട്. സോ ഈ വാള് വെക്കാൻ ബുള്ളറ്റിൽ അഡ്ജസ്റ്റ്മെന്റ് ചെയ്യുന്നു. അങ്ങനെ ഷാജി പാപ്പന്റെ ആട് 4ൽ ഒരു മാസ് റീ എൻട്രോ ആയിരിക്കും ഒരു പക്ഷേ ഈ സീൻ. ഇനി ട്രെയിലറിലെ അടുത്ത സീനിലേക്ക് വരികയാണെങ്കിൽ ഷാജി പാപ്പൻ തന്റെ അമ്മയൊക്കെ നിൽക്കുന്ന വാടക വീട്ടിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ വെച്ചിട്ട് ഷാജി പാപ്പൻ്റെ അമ്മ ചോദിക്കുന്നുണ്ട് പാലം പൊളിച്ചിട്ടാണോ കാശുകാരനാവാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം സിനിമയിൽ തന്നെ പറയുന്നുണ്ട് ഷാജി പാപ്പനെ ആ ഒരു വാടക വീട്ടിലേക്ക് കയറ്റില്ല, ഒറിജിനൽ വീട് പോകാൻ കാരണം ഷാജി പാപ്പനാണെന്ന്. അപ്പോൾ ഈ പാലം പൊളിക്കുന്നതിലൂടെ ഒരുപാട് പൈസ കിട്ടും, അതിലൂടെ നമ്മുടെ പഴയ വീട് തിരിച്ചു പിടിക്കാന്നൊക്കെ പറയാൻ വേണ്ടിയിട്ടായിരിക്കണം ഷാജി പാപ്പൻ ഈ ഒരു വീട്ടിലേക്ക് ഒരിക്കലും കാലെടുത്ത് വെക്കാൻ പറ്റാത്ത വാടക വീട്ടിലോട്ട് വരുന്നത്. അപ്പോഴാണ് അമ്മ ചോദിക്കുന്നത് പാലം പൊളിച്ചിട്ടാണോ കാശുകാരനാവാൻ പോകുന്നത്. അപ്പോൾ ഈ സീൻ ഒബ്വിയസ്ലി കട്ട് ചെയ്ത് മാറ്റിയൊരു സീനാണ്. ഇത് ആട് 4ലൊക്കെ എന്തായാലും വരാൻ പോകുന്നില്ല. ഇത് ലെങ്ത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്തൊരു സീനാണ്, നമുക്ക് കണ്ടാലും മനസ്സിലാവും. ഇതുപോലെ ഒരുപാട് ഡിലീറ്റഡ് സീനുകൾ ആട് 2 അതൊക്കെ തന്നെ യൂട്യൂബിൽ അവർ ഒഫീഷ്യൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു സീൻ മാത്രമാണ് ഇപ്പോൾ അവൈലബിൾ അല്ലാത്തത്. ബാക്കി എല്ലാ സീനുകളും ഒരു 8-9 സീനുകൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആട് 3ൽ ഒരു ഡിലീറ്റഡ് സീൻ, അതും ഒരു 3 മിനിറ്റോളം വരുന്നൊരു സീൻ യൂട്യൂബിൽ സിനിമ ഇറങ്ങുന്നതിന് 2 ദിവസം മുന്നേ ഇറക്കിയിരുന്നു എന്ന കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നു. ഈ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നടന്ന സംഭവം എന്നാണ് ഇവർ ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. ആൻഡ് ഇതിൽ വരുന്നത് അറക്കലബുവാണ്. അറക്കലബു കൈപ്പുഴ കുഞ്ഞപ്പനെ തട്ടാൻ വേണ്ടി പുള്ളിയുടെ ഒരു ഏരിയയിലോട്ട് വാളൊക്കെ പിടിച്ചു പോകുന്നതാണ് അതിൽ കാണിക്കുന്നത്. ഇൻട്രസ്റ്റിംഗ്ലി ശ്രീകാന്ത് വെട്ടിയാറുണ്ടല്ലോ നമ്മുടെ യൂട്യൂബിലെ കണ്ടന്റ് ക്രിയേറ്റർ, ശ്രീകാന്തിൻ്റെ ഒരു ചെറിയ ഫൺ കെമിയോയും ഇതിനകത്തുണ്ടായിരുന്നു. പക്ഷെ അതും ഇവഞ്ച്വലി കട്ട് ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ ഒരു സീനിനകത്തുള്ള 3 ഷോട്ടുകൾ, മറ്റേ ആ ഒരു വണ്ടി ഉണ്ടല്ലോ ഇവിടെ, ഞാൻ ആ ഷാജി പപ്പനാന്ന് എഴുതിയത്, ആ ഒരു വണ്ടിയുടെ ബാക്ക് ഷോട്ട്, അതേപോലെ അബുവിൻ്റെ ഒരു മാസ് സിഗരറ്റ് വലിച്ചിട്ട് പുക വിടുന്ന സീൻ, അതേപോലെ അബു പേടിച്ചിരിക്കുന്ന സീൻ, ഈ 3 ട്രെയിലറിലുണ്ടായിരുന്നു. പക്ഷേ ഫൈനൽ കട്ടിലില്ല. ഈ ഡിലീറ്റഡ് സീനിൽ ആ സീനുകളുണ്ട്. ആട് 3 ട്രെയിലറിലെ ഈ സീനുകൾ ആട് 4ലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ അതിലേറ്റവും ഇൻട്രസ്റ്റിംഗ് പാർട്ട് ആടുമായി ക്ലാഷ് വന്ന ദുരന്തർ 2 ആണ്. നമുക്കറിയാം ദുരന്തർ 1ന്റെ ഇനിഷ്യൽ ടീസർ ആയിക്കോട്ടെ ട്രെയിലർ ആയിക്കോട്ടെ അതിൽ റൺവീറിന്റെ കുറെ കിടില സീനുകൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ സീനുകൾ തന്നെ ഫസ്റ്റ് പാർട്ടിൽ ഉണ്ടായിരുന്നില്ല, സെക്കൻഡ് പാർട്ടിലാണ് ഉണ്ടായിരുന്നത്. സോ തിയേറ്ററിൽ പോയി സെക്കൻഡ് പാർട്ടിൽ ആ സീനുകൾ കണ്ടപ്പോൾ ആ ഒരു ഫീലിംഗ് കിട്ടി. ഫസ്റ്റ് പാർട്ടിൽ അത് ഒരുപാട് നോക്കിയിട്ടും കിട്ടാത്തൊരു സീൻ അവസാനം ഇവിടെ കിട്ടി. അതിൻ്റെ ഒരു ചെറിയ വെർഷനാണ് ആട് 4ൽ വരാൻ പോകുന്നത്. ദുരന്തമുള്ളൊക്കെ ഏറ്റവും മാസമായിട്ടുള്ള സീൻസൊക്കെ തന്നെയാണ് സെക്കൻഡ് പാർട്ടിലോട്ട് വന്നതെങ്കിൽ ആടിലോട്ട് വരുമ്പോൾ ജസ്റ്റ് ഒരു 2 സീനുകൾ മാത്രമാണ് നമുക്ക് 3ൽ നിന്നും 4ലേക്ക് കിട്ടുക. ആട് 4 എന്നാകും റിലീസ് എന്നുള്ള ചോദ്യം ഒരുപാട് പേർക്കുണ്ട്. റീസെൻ്റ്ലി ഒരു തിയേറ്റർ വിസിറ്റിനിടെ നമ്മുടെ അറക്കലബോയായിട്ടുള്ള സൈജു കുറുപ്പ് പറയുണ്ടായി ഈ വർഷം, അതായത് 2026 ഡിസംബറിൽ തന്നെ ആട് 4 റിലീസ് ആവുന്നത്. ആട് 4ന്റെ സ്ക്രിപ്റ്റിംഗ് മുഴുവൻ കംപ്ലീറ്റ് ആണെന്ന് മിഥുൻ മാനുവലും വിജയ് ബാബുക്ക് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ കുറേ സീനൊക്കെ നേരത്തെ തന്നെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എസ്പെഷ്യലി പാസ്റ്റിലെ സീൻ, നമ്മളിപ്പോൾ കണ്ട ആ ഒരു സീൻസ് ഒക്കെ ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് സീനുകൾ ഓൾറെഡി ഇവർ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാൽ ഷൂട്ട് ചെയ്യാനുള്ള പോർഷൻ വളരെ കൂടുതലാണ്. ശരിക്കും ഒരുപാട് ലെങ്ത് കൂടി പോയതുകൊണ്ടാണ് ഇതിപ്പോൾ 2 പാർട്ടായിട്ട് കൺസീവ് ചെയ്യുന്നത് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു.
ഇതെല്ലാം ഈ ആടിൻ്റെ കൂടെ ക്ലാഷ് വന്ന ദുരന്തറിനെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ദുരന്തർ ഈ പറഞ്ഞ പോലെ 7 മണിക്കൂറോളം ഒരു പടം സ്പ്ലിറ്റ് ചെയ്ത് 2 പാർട്ടായിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഡയറക്റ്റ് സീക്വൽ, ഡയറക്റ്റ് ക്ലിഫ് ഹാങ്ങർ എല്ലാം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ട്രെയിലറിലെ ആ ഒരു കണക്ഷനും കൂടെ ദുരന്തറിൽ ഇവിടെയും വരുന്നുണ്ട്. അതേപോലെ ഈ വർഷം തന്നെ ആട് 4 റിലീസ് ആവുകയാണ്. അതായത് ഡിസംബർ റിലീസ് ആവുകയാണെങ്കിൽ വെറും 8 മാസം ഗ്യാപ്പ് മാത്രമാണ് ആട് 3യും ആട് 4ഉം തമ്മിലുള്ളത്. റീസെന്റ് ദുരന്തർ ഒരു 3 മാസത്തെ ഗ്യാപ്പ് മാത്രമാണ് 1ഉം 2ഉം തമ്മിലുണ്ടായിരുന്നത്. ആൻഡ് അതിന്റെ ഇമ്പാക്ട് ഭയങ്കര ബിഗ്ഗർ ആയിരുന്നു. കാരണം ദുരന്തർ കണ്ട് ഫ്രഷ് ആയിട്ട് നമ്മൾ നിൽക്കുന്ന ടൈമിൽ തന്നെ ദുരന്തർ 2ന്റെ ടീസറും കാര്യങ്ങളും വരുന്നു. ഒറ്റയടിക്ക് ദുരന്തർ 2ലേക്ക് വരുന്നു. അങ്ങനെ 2 പടങ്ങളും 1000 കോടി കയറുന്നു. നമ്മൾ ആടിലേക്ക് വരുമ്പോഴേക്കും ഇതിന്റെ ഒരു ഡിഫറെന്റ് വേർഷൻ എനിക്ക് സംഭവിക്കുക. അടുപ്പിച്ചൊരു 3-4 മാസം കഴിഞ്ഞിട്ടില്ല, 8 മാസത്തോളം കഴിഞ്ഞാണ് ഇപ്പോൾ ഈ പറഞ്ഞ ഡേറ്റിൽ റിലീസ് ആയാൽ തന്നെ പടം വരാം. എന്നാലും ഒരേ കലണ്ടർ ഇയറിൽ തന്നെ നമുക്ക് 2 ആട് മൂവീസ് കിട്ടുക, അതിൻ്റെ ഒരു എഫക്റ്റ് എന്തായാലും ഉണ്ടായിരിക്കും. ചിലപ്പോൾ ഡിസംബറിൽ തന്നെ കൃത്യമായി ഇറങ്ങണമെന്നില്ല. എന്തെങ്കിലുമൊക്കെ ഡിലേസ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വർഷം മാർച്ചിൽ, അതായത് കൃത്യം 1 വർഷം ഗ്യാപ്പിലും ഇറക്കാനുള്ള സാധ്യതയുണ്ട്. എനിവേസ്, ഞാൻ ട്രെയിലറിൽ നിന്നും സിനിമയിലേക്ക് വരാത്ത സീനുകൾ എടുത്തതിൽ ഏതെങ്കിലും മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക. പിന്നെ നമ്മൾ ഓൾറെഡി ആട് 3യുടെ എൻഡിങ്ങിനെ കുറിച്ചും ആട് 4ലെ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ള ചെക്കൗട്ട് ചെയ്യുക. ഇത്തരത്തിലുള്ള കണ്ടന്റ് ഇഷ്ടമാണെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോ കണ്ടുമുട്ടുന്നവരേക്കും ദിസ് ഇസ് റിഞ്ഞങ്ങന്നു സൈനിങ് ഓഫ് ഫ്രം ഷോഡൗൺ ടാക്കീസ്.